ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലെസ്സഡ് വെർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വെക്കുബി. ഞാൻ ആഷിഖ് ജോയ്. ഇന്ന് വോട്ടിംഗ് ദിനമാണ്. എല്ലാവരും വോട്ട് ചെയ്യാൻ പോയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ലോകം മുഴുവൻ നമ്മൾ കാണുന്നൊരു കാര്യം എന്നത് ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നതാണ്. ഇതൊരു അതിശയകരമായ കാര്യമല്ല. ഈശോ തന്നെ പറഞ്ഞു, പച്ചത്തടിയോട് അവരിങ്ങനെയാണ് ചെയ്തതെങ്കിൽ ഉണങ്ങിയതിന് എന്ത് സംഭവിക്കും? എൻ്റെ നാമത്തെ പ്രതി സകലരും നിങ്ങളെ ദ്വേഷിക്കും. സോ നമ്മൾ ചിലപ്പം കരുതുന്നുണ്ടാവും, ഇന്ന പാർട്ടി ഒക്കെ നമ്മളുടെ അടുത്ത് കുറച്ചുകൂടെ ക്രൈസ്തവരോട് കുറച്ചുകൂടെ നല്ല രീതിയിൽ പെരുമാറുന്നു, ഇന്ന പാർട്ടി തീരെ ശരിയല്ല, അവർ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന പാർട്ടി ന്യൂട്രലായിട്ട് നിൽക്കുന്നു. ഏത് പാർട്ടിയാണെങ്കിലും നമുക്കുള്ളത് നമുക്ക് കിട്ടുക തന്നെ ചെയ്യും, പീഡനം. ആ പീഡനകാലത്തേക്ക് നാം പ്രവേശിച്ചിട്ട് വർഷങ്ങളായി. അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പല രീതിയിലാണെന്ന് മാത്രം. There are 3 types of martyrdom. 3 തരത്തിലുള്ള രക്തസാക്ഷിത്വമുണ്ട്. വൈറ്റ് മാർട്ടിഡം, ഗ്രീൻ മാർട്ടിഡം, റെഡ് മാർട്ടിഡം. വൈറ്റ് മാർട്ടിഡം എന്ന് പറഞ്ഞാൽ രക്തം ചിന്തുന്നില്ല, എന്നാൽ വിശ്വാസത്തിൻ്റെ പേരിൽ നാം പീഡനം അനുഭവിക്കുന്നു, ഒറ്റപ്പെടുന്നു. ഗ്രീൻ മാർട്ടിഡം എന്ന് പറഞ്ഞാൽ ദൈവത്തിനോടുള്ള സ്നേഹത്തെ പ്രതി അതികഠിനമായ പ്രായശ്ചിത്ത പ്രവൃത്തികളും ഉപവാസങ്ങളും മറ്റ് ലോകമോഹങ്ങളെല്ലാം ഉപേക്ഷിച്ചുള്ള ജീവിതം. റെഡ് മാർട്ടിഡം പ്യൂർലി രക്തസാക്ഷിത്വം, ക്രിസ്തുവിന് വേണ്ടി സ്വന്തം ജീവൻ ബലി കഴിക്കുന്ന ആ ഒരു ലെവലിലുള്ളതാണ് റെഡ് മാർട്ടിഡം. നമുക്കറിയാം, മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്കയിലെല്ലാം ഈ റെഡ് മാർട്ടിഡമാണ്. രക്തസാക്ഷിത്വം, ചുവന്ന രക്തസാക്ഷിത്വമാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ എവിടെയും സേഫ് അല്ല. അത് ഈ ക്രിസ്ത്യൻ ലൈഫിൻ്റെ പ്രത്യേകതയാണ്. ഈ ഭൂമിയിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെല്ലാവരും പീഡിപ്പിക്കപ്പെടും, അവരെ എല്ലാവരെയും ലോകം ദ്വേഷിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനൊരു എക്സ്ട്രീം ലെവലിലുള്ള കാര്യങ്ങളാണ് ഇനിയുള്ള വർഷങ്ങളിൽ ലോകത്തെ എല്ലായിടത്തും സംഭവിക്കാൻ പോകുന്നത്. കാരണം ഗ്ലോബലി ഇങ്ങനൊരു പ്ലാൻ തുടങ്ങിക്കഴിഞ്ഞു. കാരണം ഈ ക്രൈസ്തവർ കാരണം, ഇവരുടെ സഭ കാരണം, ഇവരുടെ കൂതാശകൾ കാരണം ഫ്രീമേസൺ ഇല്ലുമിനേറ്റി ഗ്രൂപ്പുകൾക്ക് അവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല. സോ ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യുക എന്നത് ഈ ലോകത്തിലുള്ള പ്രധാന ശക്തികളുടെ ആവശ്യമാണ്. അത് പല രീതിയിൽ അവർ ചെയ്യുന്നതെന്ന് മാത്രം. സോ പരിശുദ്ധ കുർബാനയാണ് ഈ ലോകത്തെ ഇപ്പോഴും മുന്നോട്ട് നയിക്കുന്നത്, ഈ ലോകത്തെ നിലനിർത്തുന്നത്, ഇത്രയും തിന്മയുണ്ടായിട്ട് ലോകത്തെ പിടിച്ചു നിർത്തുന്നത്. കത്തോലിക്ക തിരുസഭയാണ് ലോകത്തിൻ്റെ പ്രകാശവും ഉപ്പും, ദൈവത്തിൻ്റെ മനസ്സാക്ഷി, ദൈവത്തിൻ്റെ സ്വരം. അപ്പോൾ ഈ സഭയെ നശിപ്പിക്കുക, ഈ സഭയുടെ ആചാരങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളത് ഫ്രീമേസൺ അജണ്ടയാണ്. മക്കബാരുടെ 1-ാം പുസ്തകത്തിൽ 1-ാം അധ്യായം 41 മുതൽ തിരുവചന ഭാഗങ്ങളിൽ നമുക്ക് ഇത് പണ്ട് നടന്ന സംഭവങ്ങളാണെങ്കിലും ഈ കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു, ഇനി നടക്കാൻ പോകുന്നു. താമസിയാതെ ലോകം മുഴുവനും ഒരു വൺ വേൾഡ് റിലീജിയൻ, ഏക ലോക മതം ഫ്രീമേസൻകാർ സ്ഥാപിക്കും. അവിടെ നമ്മുടെ മുമ്പിലുള്ള ഒരു വെല്ലുവിളി ഇതായിരിക്കും: കത്തോലിക്ക തിരുസഭയിൽ നിൽക്കണമോ, ഏക ലോക മതത്തിൽ ചേരണമോ? ഈ വൺ വേൾഡ് റിലീജിയൻ, ഈ ഏക ലോക മതം എന്നത് പാപത്തെക്കുറിച്ചൊന്നും സംസാരിക്കത്തില്ല. എല്ലാവർക്കും തോന്നിയതുപോലെ ജീവിക്കാം. പ്രോസ്പെരിറ്റി ഗോസ്പലായിരിക്കും അവരുടെ മെയിൻ ഫോക്കസ്. സെക്കുലർ ആയിരിക്കും, കുരിശുണ്ടാവത്തില്ല. എല്ലാ മതങ്ങളും തുല്യമാണെന്ന് പറയും, എല്ലാ മതങ്ങളും ദൈവഹിതപ്രകാരം ഉണ്ടായതാണെന്ന് പറയും. ക്ലൈമറ്റ് ചേഞ്ച് ആയിരിക്കും മെയിൻ ഫോക്കസ്, എൻവിറോൺമെൻ്റ് ആയിരിക്കും മെയിൻ ഫോക്കസ്. നിങ്ങളോട് പ്ലാസ്റ്റിക് സ്ട്രോ മാറ്റി പേപ്പർ സ്ട്രോ ഉപയോഗിക്കാൻ പറയും, നിങ്ങളോട് പ്ലാസ്റ്റിക് കവർ മാറ്റി പേപ്പർ ബാഗ്സ് യൂസ് ചെയ്യാൻ പറയും. എന്നാൽ ആത്മാക്കളുടെ രക്ഷയെപ്പറ്റി നിങ്ങളുടെ അടുത്തൊന്നും സംസാരിക്കത്തില്ല. എങ്ങനെ പ്രാർത്ഥിച്ചാലും എവിടെ പ്രാർത്ഥിച്ചാലും എല്ലാവരും എത്തുന്നത് ഒരു പോയിന്റിലാണ്. ഇതൊക്കെയായിരിക്കും വൺ വേൾഡ് റിലീജിയൻ്റെ ഫോക്കസ്. അപ്പോൾ ഭൂരിഭാഗം പേരും വൺ വേൾഡ് റിലീജിയനിൽ പോകുമ്പോൾ, ഈവൻ കർദിനാൾസ്, ബിഷപ്സ് ആൻഡ് പ്രീസ്റ്റ്, ഈവൻ പ്രശസ്തരായിട്ടുള്ള വചനപ്രഘോഷകർ പോലും വൺ വേൾഡ് റിലീജിയനിൽ പോകുമ്പോൾ എത്ര പേര് കത്തോലിക്ക തിരുസഭയിൽ നിൽക്കും? ഇതായിരിക്കും ആ സമയത്ത് നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്ന വലിയൊരു ചാലഞ്ച്. മക്കാബാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണാം, അന്ന് രാജാവ് ഒരു വിളംബരം ചെയ്തു. സ്വന്തം ആചാരങ്ങൾ ഉപേക്ഷിച്ച്, 1 മക്കബാരുടെ പുസ്തകം 1-ാം അധ്യായം 41 മുതൽ ഉള്ള തിരുവചനങ്ങൾ. സ്വന്തം ആചാരങ്ങൾ ഉപേക്ഷിച്ച് എല്ലാവരും ഒരു ജനമായി തീരണമെന്ന് രാജാവ് രാജ്യത്തെങ്ങും കൽപ്പന വിളംബരം ചെയ്തു. സ്വന്തം കുദാശകൾ, സ്വന്തം ആചാരങ്ങളെല്ലാം ഉപേക്ഷിച്ച് എല്ലാവരും ഒരു ജനതയായി തീരണം. വൺ വേൾഡ്, വൺ റിലീജിയൻ, എല്ലാവരും ഒരു ജനതയായി തീരണമെന്ന് രാജാവ് രാജ്യത്തെങ്ങും കൽപ്പന വിളംബരം ചെയ്തു. വിജാതീയരെല്ലാം രാജകൽപ്പന സ്വാഗതം ചെയ്തു. വിജാതീയരെല്ലാവരും, പാഗൻസ് എല്ലാവരും സന്തോഷത്തോടും അവിടെ സ്വീകരിച്ചു. ഇസ്രായേലിൽ നിന്ന് പോലും വളരെ പേർ അവൻ്റെ ഇംഗിതം സസന്തോഷം സ്വീകരിച്ചു. പീപ്പിൾ ഓഫ് ഗോഡ്, ദൈവം തിരഞ്ഞെടുത്ത
ആ ജനം പോലും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കത്തോലിക്ക തിരുസഭയിലെ ആളുകൾ പോലും, ഇവൻ കർദിനാൾസ്, ബിഷപ്പ്സ് പോലും അത് സ്വീകരിച്ചു. അവർ വിഗ്രഹങ്ങൾക്ക് ബലി സമർപ്പിക്കുകയും സാബത്ത് അശുദ്ധമാക്കുകയും ചെയ്തു. രാജാവ് ജെറുസലേമിലേക്കും യൂദ നഗരങ്ങളിലേക്കും ദൂതന്മാർ വശം കത്തുകളയച്ചു. സ്വന്തം നാടിന് അന്യമായ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ അവൻ ആജ്ഞാപിച്ചു. അപ്പോൾ പുതിയ രീതിയിലുള്ള ന്യൂ ഏജ് പ്രാക്ടീസുകൾ അവൻ കൊണ്ടുവന്നു. സാംസ്കാരിക അനുരൂപണം എന്ന് പറഞ്ഞ് നമ്മുടെ സഭക്കകത്ത് കൊണ്ടുവന്നതുപോലെ ഇവർക്ക് അന്യമായ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ ഇസ്രായേൽക്കാരോട് പറഞ്ഞു. കാരണം അത് റൂളായിട്ട് വന്നു. വിശുദ്ധ സ്ഥലത്ത് ദഹനബലികളും പാനീയ ബലികളും ഇതര ബലികളും അവൻ നിരോധിച്ചു. കോവിഡ് വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് അല്ലേ, പരിശുദ്ധ കുർബാന എങ്ങും ലോകമെങ്ങും അതിൻ്റെ എണ്ണം കുറഞ്ഞു. പബ്ലിക് ആയിട്ട് അർപ്പിക്കണം നിർത്തി. ഇവൻ എന്തിനു പറയുന്നു, വത്തിക്കാനിൽ പോലും അന്ന് ഈസ്റ്റർ കുർബാനകളും വിശുദ്ധമാരത്തിലെ കുർബാനകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് നമ്മളിവിടെ സോഫയിൽ ചാരിയിരുന്ന് ഓൺലൈൻ കുർബാന കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അഥവാ എന്തെങ്കിലും ഭാഗം മിസ്സായി പോയാൽ പിറകിലോട്ട് റിവൈൻഡ് ചെയ്യാം. അന്ന് നമ്മൾ ഷാലോമിലും മറ്റുള്ള ഫേമസ് കാത്തലിക് ചാനൽസിലെല്ലാം നമ്മൾ കുർബാന കണ്ടു അല്ലേ. ഈ കുർബാന, ലൈവ് കുർബാന അന്ന് ഈ ആളുകളെല്ലാം കാണുന്നതിന് മുൻപ്, ആ ദിവസത്തിന് തൊട്ട് മുൻപുള്ള ദിവസം പോലും ഷാലോമിലടക്കം പരിശുദ്ധ കുർബാന തുടങ്ങുമ്പോൾ അറിയിപ്പ്, നോട്ടീസ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. എന്താണ് എഴുതി കാണിക്കുന്നത്? മാധ്യമങ്ങൾ വഴിയുള്ള കൂദാശ സ്വീകരണം സാധുവല്ല. ഇത് വന്നു കഴിഞ്ഞപ്പോൾ ആ നോട്ടീസ് അവരെടുത്ത് മാറ്റി. നമ്മൾ ആരെയാ പറ്റിക്കുന്നത്? സോ അന്ന് ഞാൻ എടുത്തൊരു തീരുമാനമുണ്ട്, എന്ത് കോവിഡ് വന്നാലും ഗവൺമെൻറ് എത്രത്തോളം റെസ്ട്രിക്ഷൻ ഏർപ്പാടാക്കിയാലും ഓൺലൈൻ കുർബാന കാണുകയില്ല, നേരിട്ട് ദിവ്യബലിയിൽ പങ്കെടുക്കും. അന്ന് കോവിഡ് കാലത്ത് ഞാൻ 40 കിലോമീറ്റർ ദൈവകൃപയാൽ ടൂറിസ്റ്റായിട്ട് 40 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് കുർബാന സ്വീകരിച്ചത്. അത് മറ്റൊന്നിനും വേണ്ടിയല്ല, ആരെയും വെല്ലുവിളിക്കാൻ വേണ്ടിയല്ല. ഇതേപോലെ കുർബാനയ്ക്ക് പോകരുത് എന്ന് പണ്ട് ചക്രവർത്തിമാരും രാജാക്കന്മാരും പറഞ്ഞപ്പോൾ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ വീട്ടിലിരുന്ന് അവർ ഓൺലൈൻ കുർബാന കാണുകയല്ല ചെയ്തത്. അവർ ധീരതയോടെ പോയി, ഇന്ന് ഞായറാഴ്ചയാണ്, എനിക്കെൻ്റെ കർത്താവിനെ ആരാധിക്കണം, ഐ വിൽ ഗോ, യു ക്യാൻ കിൽ മീ, ഞാൻ പോകും എന്ന് പറഞ്ഞു പോയതിന് രക്തസാക്ഷികളുള്ളവരാണ് നമ്മുടെ സഭയിൽ. അപ്പോൾ അവരുടെ രക്തസാക്ഷിത്വത്തിന് എന്തെങ്കിലും വില വേണ്ടേ? അവരെ നമ്മൾ കളിയാക്കണത് പോലെയല്ലേ അപ്പോഴേ നമ്മൾ വീട്ടിലിരുന്ന് ചാരിയിരുന്ന് സോഫയിൽ ഓൺലൈൻ കുർബാന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ കുർബാനയ്ക്ക് പോകരുത് എന്ന് അന്നത്തെ ഗവൺമെൻറ് ഉത്തരവിട്ടിട്ടും കുർബാനയ്ക്ക് പോയി രക്തസാക്ഷികളായവരോട് നമ്മൾ കാണിക്കുന്നത് എന്താണ്? സോ അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചതാണ്, ഒരു ദിവസം ജയിലിൽ കിടക്കുന്നത് ഈ കുർബാനയ്ക്ക് പോയതിൻ്റെ പേരിലല്ലേ, ഒരു കുഴപ്പമില്ല എന്ന് ചിന്തിച്ചു പോയി. ഒരു ദിവസം പോലും കുർബാന മുടങ്ങാതെ കോവിഡ് കാലത്ത് ഈശോ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ അനുവദിച്ചു. യാതൊരു വലിയ പ്രശ്നങ്ങളും പോകുന്ന വഴിയിലുണ്ടായില്ല. സോ ഇവിടെ രാജാവ് പറഞ്ഞിരിക്കുകയാണ്, എല്ലാ ബലികളും നിർത്തലാക്കണം, സാപത്തും തിരുനാളുകളും അശുദ്ധമാക്കണമെന്നും വിശുദ്ധ സ്ഥലത്തെയും പുരോഹിതന്മാരെയും കളങ്കപ്പെടുത്തണമെന്നും വിഗ്രഹങ്ങൾക്ക് ബലിപീഠങ്ങളും ക്ഷേത്രങ്ങളും കാവുകളും നിർമ്മിക്കണമെന്നും പന്നികളെയും അശുദ്ധ മൃഗങ്ങളെയും ബലിയർപ്പിക്കണമെന്നും അവൻ കൽപ്പിച്ചു. പരിച്ഛേദനം നിരോധിച്ചു. നമുക്കറിയാം, പരിച്ഛേദനം എന്നത് നമ്മളെ സംബന്ധിച്ച് മാമോദീസയാണ്. ജ്ഞാനസ്നാനം നിരോധിച്ചു. അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ് 1610 സിസ്റ്റർ മരിയാനിക്ക് പ്രത്യക്ഷപ്പെട്ട് പറയുന്നുണ്ട്, നല്ല വിജയമാതാവ് പറയുന്നുണ്ട്, അക്കാലത്തെ കുട്ടികൾക്ക് ജ്ഞാനസ്നാനവും സ്ഥൈര്യലേപനവും ഈ കുദാശകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കുമെന്ന്. അക്കാലത്തെ കുട്ടികൾ എന്നത് നാമാണ്. അപ്പം അന്ന് പരിച്ഛേദനം നിരോധിച്ചു രാജാവ്. ആരും പരിച്ഛേദനം സ്വീകരിക്കരുത്, മാമോദിസ നിരോധിച്ചു. അവർ നിയമം വിസ്മരിക്കുകയും ചട്ടങ്ങൾ വികലമാക്കുകയും ചെയ്യേണ്ടതിന് അവിശുദ്ധവും മലിനവുമായ എല്ലാവിധ പ്രവൃത്തികളിലും ഏർപ്പെട്ട് തങ്ങളെ തന്നെ നികൃഷ്ടരാക്കണമെന്നും അവൻ നിർദ്ദേശിച്ചു. രാജകൽപ്പന അനുസരിക്കാത്ത ഏവനും മരിക്കണമെന്നും രാജാവ് ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇങ്ങനെ അവൻ രാജ്യത്തെങ്ങും വിജ്ഞാപനം ചെയ്തു. എല്ലാ ജനങ്ങളുടെയും മേൽ പരിശോധകരെ നിയമിച്ചു. ഈച്ച് ഇൻഡിവിജ്വൽസ് ആർ ട്രാക്ഡ്. ഓരോ വ്യക്തികളെയും പരിശോധിക്കാൻ പരിശോധകരെ അയച്ചു. ഇതാ വരാൻ പോകുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ദൈവകരുണയുടെ മാതാവിൻ്റെ സന്ദേശങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ പയ്യൻ്റെ മാതാപിതാക്കളായിട്ട് സംസാരിച്ചപ്പോൾ ആ പയ്യന് ലഭിച്ച സന്ദേശത്തിൽ പറയുന്നുണ്ട്, ആ പയ്യനോട് മാതാവ് പറഞ്ഞിട്ടുണ്ട്,
വരുന്നുണ്ട്, കയ്യിൽ മുദ്രയിടാൻ പോകുന്ന കാലം. ഇതൊരു പ്രൊട്ടസ്റ്റൻ്റ് ഒരു ഒരു പ്രൊഫസി, ഒരു പ്രവചനമല്ല. ഒരു കത്തോലിക്കനായിട്ടൊരു പാവം പയ്യന് മാതാവ് കൊടുത്ത മെസ്സേജാണ്, ദേ ചിപ്പ് വരാൻ പോകുന്നുണ്ട് എന്ന്. അതുവഴിയാണ് ഓരോരുത്തരെയും ട്രാക്ക് ചെയ്യാൻ പോകുന്നത്. അത് സ്വീകരിക്കരുത് എന്ന് മാതാവ് പറഞ്ഞു. നമ്മൾ എത്ര പേര് അതിനെക്കുറിച്ച് ബോധവാന്മാരാണ്. ഇവിടെ രാജാവ് ഈ നിയമങ്ങളെല്ലാം പാലിക്കുന്നുണ്ടോ നോക്കാൻ ഓരോരുത്തരെയും നിയമിച്ചിരിക്കുകയാണ്. ഗവൺമെൻറ് ഒഫീഷ്യൽസിനെ നിയമിച്ചിരിക്കുകയാണ്, ഓരോരുത്തരും ഈ നിയമങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ. ചിപ്പ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, എന്ത് കഴിക്കുന്നു, എന്ത് വിശ്വസിക്കുന്നു എല്ലാം ട്രാക്ക് ചെയ്യാൻ ഈ ഗ്ലോബൽ ഗവൺമെൻറ്റിന് എളുപ്പമായിരിക്കും. നിയമം ഉപേക്ഷിച്ച വളരെ പേർ അവരോട് ചേർന്ന് നാട്ടിലെങ്ങും തിന്മ പ്രവർത്തിച്ചു. നോക്കൂ, വിശുദ്ധ ജനത്തിൻ്റെ ഭാഗമായിരുന്ന എല്ലാവരും നിയമം ഉപേക്ഷിച്ച്, അവരുടെ ആചാരങ്ങൾ ഉപേക്ഷിച്ച് ഈ ഗ്രൂപ്പിനോട് ചേർന്ന് തിന്മ പ്രവർത്തിച്ചു. ഇസ്രായേൽക്കാർ അഭയസ്ഥാനങ്ങളിൽ ഒളിക്കുന്നതിന് ഇതിടയാക്കി. ദ ട്രൂ ചർച്ച്, കത്തോലിക്കരായിട്ടുള്ള യഥാർത്ഥ വിശ്വാസികൾ അവരുടെ വിശ്വാസം മുറുകെ പിടിക്കുന്നതിനും അവരുടെ ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിനും കാറ്റക്കോംസിലോട്ട് പോകുന്ന കാലം വരുന്നു. അതേപോലെ ഇസ്രായേൽക്കാർ അഭയസ്ഥാനങ്ങളിൽ ഒളിച്ചിരിക്കുന്നതിന് ഈ നിയമങ്ങൾ ഇടയാക്കിയെന്ന് മക്കമാരുടെ പുസ്തകം പറയുന്നു. പുത്രന്മാരെ പരിച്ഛേദനം ചെയ്യിപ്പിച്ച സ്ത്രീകളെ രാജകൽപ്പന പ്രകാരം അവർ വധിച്ചു. കണ്ടോ, പരിച്ഛേദനം ചെയ്യരുത് എന്നിവിടെ രാജാവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വിശ്വസ്തരായിട്ടുള്ള മാതാപിതാക്കന്മാർ രഹസ്യമായിട്ട് അവരുടെ മക്കളെ പരിച്ഛേദനം ചെയ്തു. അങ്ങനെ പരിച്ഛേദനം ചെയ്യിച്ച സ്ത്രീകളെ രാജകൽപ്പന പ്രകാരം അവർ വധിച്ചു. കുർബാനയ്ക്ക് പോകരുത് എന്ന് വീട്ടിലിരിക്കണമെന്ന് ഗവൺമെൻറ് പറഞ്ഞു. സെയിം കാര്യം, പരിച്ഛേദനം ചെയ്യരുത് എന്ന് പറഞ്ഞു. അവർക്ക് അനുസരിക്കാമായിരുന്നു. എന്നാൽ അവരെന്ത് ചെയ്തു? എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഏറ്റവും അവശ്യ വസ്തുക്കൾ, ആ അവശ്യ വസ്തുക്കളുടെ കൂട്ടത്തിലുള്ളതാണ് വിശ്വാസവും. അവർ രഹസ്യമായിട്ട് അവരെ മക്കളെ പരിച്ഛേദനം ചെയ്തു. അവർ രക്തസാക്ഷികളായി. നമുക്ക് എത്ര പേർക്ക് ധൈര്യമുണ്ട് നാളെ ഇങ്ങനൊരു നിയമം വന്നു കഴിഞ്ഞാൽ നമ്മളും ഈ രഹസ്യമായിട്ട് നമ്മുടെ വിശ്വാസം ഫോളോ ചെയ്യുമെന്നുള്ളത്? അവരുടെ കുടുംബാംഗങ്ങളും പരിച്ഛേദനം ചെയ്തവരും വധിക്കപ്പെട്ടു. പരിച്ഛേദനം ചെയ്തവരും വധിക്കപ്പെട്ടു. കുഞ്ഞുങ്ങളടക്കം വധിക്കപ്പെട്ടു. ശിശുക്കളെ തള്ളമാരുടെ കഴുത്തിൽ തൂക്കിക്കൊന്നു. എന്തൊരു ബ്രൂട്ടലായിട്ടാണ്! ശിശുക്കളെ തള്ളമാരുടെ കഴുത്തിൽ തൂക്കിക്കൊന്നു. എങ്കിലും ഇസ്രായേലിൽ വളരെ പേർ അചഞ്ചലരായി നിന്നു. എങ്കിലും ഇസ്രായേലിൽ വളരെ പേർ അചഞ്ചലരായി നിന്നു. അങ്ങനെയുള്ള റിജിഡായിട്ടുള്ള, ബോൾഡായിട്ടുള്ള കാത്തലിക്സിനെയാണ് നമുക്ക് ഇന്ന് ആവശ്യം. ഇതുപോലെ ഒരു വിശ്വാസ പ്രോബ്ലം വരുമ്പം അന്നേരം ധീരമായിട്ട് നിലപാടെടുക്കാൻ കഴിയുന്ന കത്തോലിക്കരാണ് ഇന്ന് വേണം. അതുകൊണ്ടാണ് പറയുന്നത് BA മക്കബി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ധീരരായിട്ടുള്ള, സ്ട്രോങ് ആയിട്ടുള്ള കത്തോലിക്കരാണ് ഈ കാലഘട്ടത്തിന് ആവശ്യം. എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചാലഞ്ചസാണ് നമുക്കുണ്ടാവുക? ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മുടെ വിശ്വാസം ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ആ സമയത്താണ് നമ്മൾ ദൃഢമായി നിന്ന് നമ്മൾ ഫേസ് ചെയ്യേണ്ടത്. ചിപ്പ് എടുത്തില്ലെങ്കിൽ നിൻ്റെ ജോലി പോവും, ജോലി പോട്ടെ, നോ പ്രോബ്ലം, ഇതെൻ്റെ വിശ്വാസത്തിനെതിരാണ്, എനിക്ക് പറ്റത്തില്ല എന്ന് പറയാൻ എത്ര പേർക്ക് ധൈര്യമുണ്ട്? ഇനിയാണ് മത്താത്യാസും പുത്രന്മാരും വരുന്നത്. ഇതെല്ലാം കണ്ട് മത്താത്യാസ് വിലപിച്ചു. മത്താത്യാസ് ഇങ്ങനെ പറഞ്ഞു, കഷ്ടം, ഞാൻ എന്തിനു ജനിച്ചു? എൻ്റെ ജനം നശിക്കുന്നതും വിശുദ്ധ നഗരം തകരുന്നതും കാണാനോ? ജനങ്ങൾ ശത്രുക്കൾക്ക് അടിയറ വയ്ക്കപ്പെടുന്നതും വിശുദ്ധ സ്ഥലം പരദേശികൾക്ക് ഏൽപ്പിക്കപ്പെടുന്നതും കണ്ട് വെറുതെ ഇരിക്കാനോ? നമ്മുടെ അഴകും മഹിമയുമായ വിശുദ്ധ സ്ഥലം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. വിജാതീയർ അതിനെ അശുദ്ധമാക്കിയിരിക്കുന്നു. നാം ഇനി എന്തിനു ജീവിക്കുന്നു? മത്താത്യാസും പുത്രന്മാരും വസ്ത്രം കീറി ചാക്കൊടുത്ത് ഏറെ വിലപിച്ചു. ഇങ്ങനൊരു സിറ്റുവേഷനിലൂടെ സഭ കടന്നു പോകുമ്പോൾ എത്ര പേർക്ക് സഭയ്ക്ക് വേണ്ടി മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കും? എത്ര പേർക്ക് ആത്മാക്കളുടെ നഷ്ടത്തെ ഓർത്ത് ഹൃദയഭാരമുണ്ട്? മത്താത്യാസും പുത്രന്മാരും വസ്ത്രം കീറി ചാക്കൊടുത്ത് അവർ വിലപിച്ചു. ഈ സമയത്ത് ജനങ്ങളെ മതത്യാഗത്തിന് നിർബന്ധിച്ചിരുന്ന രാജസേവകർ അവരെ കൊണ്ട് ബലിയർപ്പണം ചെയ്യിക്കാൻ മൊദിയൻ നഗരത്തിലെത്തി. ഇസ്രായേലിൽ നിന്ന് വളരെ പേർ അവരുടെ അടുത്ത് ചെന്നു. മത്താത്യാസും പുത്രന്മാരും അവിടെ ഒരുമിച്ച് കൂടി. രാജസേവകർ മത്താത്യാസിനോട് പറഞ്ഞു, ഇനിയാണ് സോപ്പിംഗ്. മത്താത്യാസിനോട് രാജസേവകർ പറഞ്ഞു, നീ ഈ നഗരത്തിൽ ആദരിക്കപ്പെടുന്ന മഹാനായ നേതാവാണ്. പുത്രന്മാരുടെയും സഹോദരന്മാരുടെയും പിന്തുണയും നിനക്കുണ്ട്. സകല വിജാതിയിലും യൂദായിലെ ജനങ്ങളും ജെറുസലേമിൽ അവശേഷിച്ചിട്ടുള്ളവരും ചെയ്തതുപോലെ ഇപ്പോൾ രാജശാസനം അനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ നീ ഒന്നാമനായിരിക്കണം. നിന്റെ സഭയിലെ ആളുകളെല്ലാം വൺ വേൾഡ് റിലിജിയൻ ചേർന്ന് കണ്ടല്ലോ, അവരെല്ലാവരും ഒരു ഫോൾസ് ക്രൈസ്റ്റിനെ വർഷിപ്പ് ചെയ്യുന്നത് കണ്ടല്ലോ.
അവരെല്ലാവരും സുഖകരമായിട്ട് ജീവിക്കുന്നത് കണ്ടല്ലോ, അവരെല്ലാവരും ഈ ന്യൂ വേൾഡ് റിലീജിയൻ്റെ റിച്വൽസ് ചെയ്യുന്നത് കണ്ടല്ലോ, നീയും അതുപോലെ ചെയ്യണം. എങ്കിൽ നീയും പുത്രന്മാരും രാജാവിൻ്റെ സുഹൃത്തുക്കളായി പരിഗണിക്കപ്പെടും. അങ്ങനെ നീ ചെയ്താൽ നീയും നിൻ്റെ പുത്രന്മാരും രാജാവിൻ്റെ ഫ്രണ്ട്സായിട്ട് പരിഗണിക്കപ്പെടും. വലിയൊരു ഉന്നതമായ പൊസിഷനാണ് നിനക്ക് ലഭിക്കാൻ പോകുന്നത്. സ്വർണവും വെള്ളിയും മറ്റനവധി പാരതോഷികങ്ങളും കൊണ്ട് നീയും പുത്രന്മാരും ബഹുമാനിതരാവുകയും ചെയ്യും. എന്നാൽ മത്താത്യാസ് മറുപടിയായി ദൃഢസ്വരത്തിൽ പറഞ്ഞു. മത്താത്യാസ് മറുപടി പറയാണ്, ദൃഢമായ സ്വരത്തിൽ മറുപടി പറയുകയാണ്, രാജാവിൻ്റെ ഭരണത്തിന് കീഴിലുള്ള എല്ലാ ജനതകളും അവനെ അനുസരിക്കുകയും ഓരോരുത്തരും താങ്കളുടെ പിതാക്കന്മാരുടെ മതവിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ച് അവൻ്റെ കൽപ്പനകൾ പാലിക്കാൻ തീരുമാനിക്കുകയും ചെയ്താലും ഞാനും എൻ്റെ പുത്രന്മാരും എൻ്റെ സഹോദരന്മാരും ഞങ്ങളുടെ പിതാക്കന്മാരുടെ ഉടമ്പടി അനുസരിച്ച് ജീവിക്കും. നിയമവും കൽപ്പനകളും ഞങ്ങൾ ഒരു നാളും തിരസ്കരിക്കുകയില്ല. രാജകൽപ്പന അനുസരിക്കാനായി ഞങ്ങളുടെ മതവിശ്വാസത്തിൽ നിന്ന് ഞങ്ങൾ അണുവിട വ്യതിചലിക്കുകയില്ല. മത്താത്യാസ് പറയുന്നതാണ്. ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള നമ്മുടെ വിശ്വാസത്തിന് വേണ്ടിയിട്ട് വാളും കുന്തും എടുത്ത് പടവെട്ടാനല്ല ഇവിടെ പറയണത്. വിശ്വാസത്തിന് വേണ്ടി ധീരമായി നിൽക്കാൻ, അടുത്ത തലമുറയ്ക്ക് വേണ്ടി കൂദാശകൾ സംരക്ഷിക്കാൻ, ഇങ്ങനൊരു വിശ്വാസ പ്രതിസന്ധി വരുമ്പോൾ സഭയോട് കൂടെ നിന്ന് സഭയുടെ ഡോക്ട്രൈൻസും ഡോഗ്മാസും കൂദാശകളെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര പേര് റെഡിയാവും? ഇതാ നമുക്ക് മുൻപേ കടന്നു പോയവർ, മത്താത്യാസും പുത്രന്മാരും അടക്കം നമ്മുടെ കത്തോലിക്ക തിരുസഭയിലെ രക്തസാക്ഷികളായ നിരവധി പേര് ഇങ്ങനെയുള്ള സമാനമായ സാഹചര്യങ്ങളിൽ കടന്നു പോയപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നൽകിയിട്ടുണ്ട്. നമുക്ക് എത്ര പേർക്ക് ധൈര്യമുണ്ട് വരാനിരിക്കുന്ന പീഡനകാലത്തെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട്? അതോ ഇപ്പോഴും നാം പ്രോസ്പെരിറ്റി ഗോസ്പലിൻ്റെ പിന്നാലെയാണോ? ദൈവത്തിൽ നിന്നും ഇപ്പോഴും ഇങ്ങോട്ടേക്ക് മാത്രം പ്രതീക്ഷിച്ച് ജീവിക്കുന്നവരാണോ നാം? ഇപ്പോഴും നമ്മുടെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വെറും ക്രിസ്തു ഭക്തരാണോ നാം? അതോ കുരിശ് ചുമന്നുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ജീവൻ പോലും ബലിയർപ്പിക്കാൻ സന്നദ്ധരായുള്ള ക്രിസ്തു ശിഷ്യന്മാരാണോ നാം? വിവ ക്രിസ്റ്റോറെ.